നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടന്നപ്പോൾ എരുമേലിയുടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ പലതും ചർച്ചയിൽ വന്നില്ല. 2 കോടി തീർത്ഥാടകർ പേട്ട തുള്ളലിനെത്തുന്ന എരുമേലി ടൗണിൽ 1/4 നൂറ്റാണ്ടിനുള്ളിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എരുമേലിയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുവാൻ മേൽപ്പാത നിർമ്മിക്കുമെന്ന പ്രഖ്യാപനത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. മണ്ഡലകാലത്ത് KSRTC 100 കണക്കിന് സർവീസ് നടത്തുന്ന എരുമേലിയിൽ സ്വന്തമായ ഡിപ്പോയും അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. സ്പെഷ്യൽ ഡ്യൂട്ടിക്കെത്തുന്ന ജീവനക്കാർ ബസ്സുകളിൽ തന്നെ വിശ്രമിക്കേണ്ട സാഹചര്യമാണ്. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണുള്ളത്. പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബസ് സ്റ്റാൻഡിലും സൗകര്യങ്ങളില്ല. എരുമേലി പമ്പ പാതയിലെ അപകട വളവുകൾ നിവർക്കുവാനും പ്രഖ്യാപനങ്ങളില്ല. ഇതോടെ പല അപകടങ്ങളിലായി 50-ലേറെ പേരുടെ മരണം സംഭവിച്ച കണമല അട്ടിവളവ് നിവർക്കാനോ റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണത്തിന് പരിഹാരം കാണാനോ നടപടിയില്ല. കണമല കടവിൽ സുരക്ഷിതമായ കുളിക്കടവും ശൗചാലയങ്ങളും നിർമ്മിക്കേണ്ടതുണ്ട്. പരമ്പരാഗത കാനനപാതയിൽ കൂടുതൽ വിശ്രമ കേന്ദ്രങ്ങൾ പണിയണമെന്ന ആവശ്യത്തിനും പരിഹാരമില്ല. ശബരി റെയിൽവേയും എരുമേലി വിമാനത്താവളവും യാഥാർത്ഥ്യമാകുമെന്നും ഇതിനുവേണ്ട വിഹിതം സർക്കാർ കണ്ടെത്തുമെന്നും പ്രഖ്യാപനമുണ്ടായി. ശബരി വിമാനത്താവളത്തിൻ്റെ സ്ഥലം ഏറ്റെടുക്കൽ നിലവിലുള്ള സാഹചര്യത്തിൽ അടുത്ത വർഷം പൂർത്തിയാകില്ല. ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥത സംബന്ധിച്ച കേസിൽ സബ് കോടതിയിൽ നിന്ന് വിധി വരാൻ ഏറെ വൈകും. തോട്ടത്തിൻ്റെ കൈവശക്കാരായ ബിലീവേഴ്സ് ചർച്ച് മേൽക്കോടതിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. 2029 എയർപോർട്ട് തുറക്കുമെന്ന ഉറപ്പ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനം മാത്രമായിരിക്കും. ശബരി റെയിൽവേക്ക് പിഴക് മുതൽ എരുമേലി വരെ സ്ഥലം ഏറ്റെടുക്കാൻ കടമ്പകൾ പലതുമുണ്ട്. സാമൂഹികാഘാത പഠനം, അലൈൻമെൻറ്റ്, നഷ്ടപരിഹാരം എന്നിവയ്ക്ക് കാലതാമസം ഏറെയുണ്ട്. കാലടി മുതൽ പിഴക് വരെ സ്ഥലം ഏറ്റെടുക്കലിന് നഷ്ടപരിഹാരം എത്രയെന്ന് നിശ്ചയിച്ചിട്ടില്ല. ദൃശ്യ ന്യൂസ്, എരുമേലി. വാലാച്ചിറ ശാഖ നമ്പർ 6383 SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനാചരണം ശാഖാ മന്ദിരം ഹാളിൽ സംഘടിപ്പിച്ചു. ഗുരുപൂജ, ശാന്തിയാത്ര, ഗുരുദേവ ദർശന പ്രഭാഷണം, പ്രാർത്ഥനായജ്ഞം, സമാധി ദിന ഗുരുപൂജ സമർപ്പണം, അന്നദാനം എന്നിവ നടന്നു. രാവിലെ 6-ന് നട തുറക്കൽ, 9:30-ന് ശാന്തിയാത്ര, 11-ന് VR ജോഷിയുടെ പ്രഭാഷണവും നടന്നു. തുടർന്ന് 1 മണിക്ക് നടന്ന പൊതുസമ്മേളനത്തിൽ ശാഖായോഗം പ്രസിഡന്റ് സോമൻ കണ്ണംപുഞ്ചയിൽ അധ്യക്ഷത വഹിച്ചു. പിന്നോക്ക വികസന വകുപ്പ് ഡയറക്ടർ VR ജോഷി ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖാ യോഗം സെക്രട്ടറി പ്രശാന്ത് തോട്ടത്തിൽ, വൈസ് പ്രസിഡന്റ് ഷിബു KB, ബിനുകുമാർ BD, ഊർമിള ദിവാകരൻ, വിനീത് അനിൽകുമാർ, സിന്ധു പായിക്കാട്ട്, സുരേന്ദ്രൻ, തേജസ് ഭവൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണവും 80 വയസ്സ് പ്രായമായവരെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. അത്തരം ബന്ധനങ്ങളിൽ നിന്ന് വിമോചിപ്പിച്ച് മനുഷ്യനാക്കി മാറ്റിയ മഹാഗുരുവിന്റെ സമാധി ദിനമാണെന്ന്. അതത്ര എളുപ്പത്തിൽ സാധിച്ച ഒരു കാര്യമല്ല. വളരെയേറെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം സമാധാനത്തോടെ ചെറുപുഞ്ചിരിയോടെ ഗുരു നേരിട്ടു. യാതൊരു രക്തച്ചൊരിച്ചിലും ഉണ്ടായില്ല, യാതൊരു കലാപവും ഉണ്ടായില്ല. എതിർക്കുവാൻ വന്നവർ പോലും പ്രണമിച്ചു പിന്തിരിഞ്ഞ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നാം വിമോചിതരായി. നമുക്ക് പഠിക്കുവാൻ അവസരം ലഭിച്ചു, നമുക്ക് ഉദ്യോഗം വഹിക്കുവാൻ അവസരം ലഭിച്ചു. നാം മറ്റുള്ളവരിൽ നിന്നും യാതൊരു വേർതിരിവുമില്ലാതെ ജീവിക്കുന്ന സാഹചര്യം വളർന്നു വന്നു. അങ്ങനെ വലിയ നിലയിൽ
നാം വളർന്ന പുരോഗതി നേടുന്ന കാലഘട്ടത്തിലാണ്. ഇലഞ്ഞിയിൽ ബി.ജെ.പി. വികസിത കേരള ശില്പശാല സംഘടിപ്പിച്ചു. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് പി. സജീവ് മാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈബി തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഇ.ടി. നടരാജൻ, ജില്ലാ സെക്രട്ടറി റോയി എബ്രഹാം, മണ്ഡലം പ്രസിഡന്റ് അരുൺ മാമലശ്ശേരി, ജനറൽ സെക്രട്ടറി പി.എസ്. അനിൽകുമാർ, സെക്രട്ടറി സജീവ് സി തുടങ്ങിയവർ സംസാരിച്ചു. ബി.ജെ.പി. കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്ത രാജേഷ് മരങ്ങാട്ടിനെയും പാർട്ടിയിലേക്ക് പുതിയതായി അംഗത്വമെടുത്ത ഇലഞ്ഞിയിലെ പ്രമുഖ വ്യാപാരിയും റിട്ടയർഡ് പോലീസ് ഇൻസ്പെക്ടറുമായിരുന്ന സെബാസ്റ്റിനെയും ജില്ലാ പ്രസിഡന്റ് ആദരിച്ചു. വാർഡ് മെമ്പർ ജയശ്രീ സനൽ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അജീമലയിൽ, വൈസ് പ്രസിഡന്റുമാരായ ഗീതാ നിരവത്ത്, അശോകൻ, സി.ഡി. ഹരിദാസ്, സുധീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിന്റെ നിരന്തര പ്രവർത്തനത്തിനായിട്ട് വാർഡ് അടിസ്ഥാനത്തിൽ വാർഡ് വികസന സമിതി രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചാണെങ്കിൽ 14 വാർഡുകൾ, അതുപോലെ തന്നെ ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ 714 വാർഡുകൾ. നമുക്ക് മുന്നേറിയേ മതിയാവും, നമുക്ക് വിജയിച്ചേ മതിയാവും. ആ വിജയം എങ്ങനെ കൈവരിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് പാർട്ടി ഒരു ഗൈഡ് ലൈൻ നൽകിയിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം, ആ പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കണം, സമയബന്ധിതമായിട്ട് ആ പ്രവർത്തനം എങ്ങനെ നടക്കണം എന്നതിനെ കുറിച്ചൊക്കെ പാർട്ടി ഒരു ഗൈഡ് ലൈൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റിക്കൊണ്ട് വികസിത ടീം അംഗങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മയൊക്കെ പറയുന്നത് വികസിത ടീം കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ചാണ് ഇന്ന് ശില്പശാല നടത്തുവാൻ തീരുമാനിച്ചത്. നമ്മൾ തീരുമാനിച്ച സമയത്ത് വൈദ്യുതി മുടക്കം വരികയും കുറച്ചാളുകൾ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും നമുക്ക് എല്ലാ വാർഡുകളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ശില്പശാലയ്ക്ക് ശേഷം നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരു ഉണർവ് കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മൻ കി ബാത്ത് അടക്കമുള്ള നമ്മുടെ നിരന്തരമായിട്ടുള്ള ക്യാമ്പയിനുകൾ കഴിഞ്ഞ തവണ കിഴക്കിന്റെ മൂകാംബികയായ ഇടച്ചൂറ്റി ശ്രീ സരസ്വതി ദേവി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും ശ്രീമദ് ദേവി ഭാഗവത നവാഹവും ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PR അനുപമ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് TR രാമനാഥൻ വടക്കൻ പറവൂർ ഭദ്രദീപം തെളിയിച്ച അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഈ വർഷത്തെ വനമിത്ര അവാർഡിന് അർഹനായ സുനിൽ സുരേന്ദ്രൻ, പ്രഭാഷകയും സാമൂഹിക പ്രവർത്തകയുമായ ഡോക്ടർ ഗീത അനിയൻ എന്നിവരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് മൊമെന്റോ നൽകി ആദരിച്ചു. പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശികുമാർ, വൈസ് പ്രസിഡന്റ് സുഫി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം വിജയലാൽ, ബാബു കല്ലുംപുറത്ത്, സുധാകരൻ ആലഞ്ചേരി, D ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. ദീപാരാധന, ധ്വജാരോഹണം, ആചാര്യവരണം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. സെപ്റ്റംബർ 22 മുതൽ എല്ലാ ദിവസവും രാവിലെ 5-ന് മഹാഗണപതി ഹോമം, 6-ന് സമൂഹ പ്രാർത്ഥന, 6:15 മുതൽ ലളിതാ സഹസ്രനാമം എന്നിവയും മറ്റ് വിവിധ പരിപാടികളും ചടങ്ങുകളും ഉണ്ടായിരിക്കും. വിജയദശമി ദിനത്തിൽ രാവിലെ 5-ന് പൂജയെടുപ്പും 5 മുതൽ വിദ്യാരംഭ ചടങ്ങുകളും നടക്കും. ഇടച്ചോറ്റിയെ സംബന്ധിച്ച് കിഴക്കിന്റെ മൂകാംബിക എന്നാണ് അറിയപ്പെടുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഈ നാടിന്റെ ഒരു മുഖമായി നിന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും ഇവിടെ എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് ഭേദചിന്തകൾക്കപ്പുറത്തേക്ക് പ്രാദേശികമായി എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ഇടമാണ് ഇടച്ചോറ്റി എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് കാരണം തന്നെ അതാണ്. അത് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊന്നും ആരിൽ നിന്നും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പ്രതീക്ഷിക്കാതെ ഈ നാടിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, നന്മ പകരുന്നതിന് വേണ്ടി ഇങ്ങനൊരു ഇടം ഇവിടെ നമുക്ക് ലഭ്യമായി. അതിനെ ഏറ്റവും നന്മയോടുകൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാലക്കുഴ തണൽ റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ ഉദ്ഘാടനം ചെയ്തു. പാലക്കുഴ കവലയിൽ നിന്നും വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു.
വിവിധ കലാകായിക പരിപാടികളും പ്രതിഭകളെ ആദരിക്കലും നടന്നു. യോഗത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിബി ജോർജ്, ജോസ് കുര്യാക്കോസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മേഖലാ റെസിഡൻസ് സെക്രട്ടറിമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. റെസിഡൻസ് അസോസിയേഷൻ എനിക്കറിയാം രാവിലെ മുതൽ തുടങ്ങിയിരുന്ന പരിപാടികളായിരിക്കും. വൈകുന്നേരമായപ്പോഴത്തേക്കും നിങ്ങൾ ഒട്ടേറെ ക്ഷീണിച്ചിട്ടുണ്ടാവാം. പെട്ടെന്ന് തന്നെ തീർക്കണമെന്നുള്ളതിനാലാണോ സജീവൻ സാറിന് അധ്യക്ഷ പ്രസംഗം വേണ്ടെന്ന് വെച്ചതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒത്തിരി സമയമൊന്നും നീട്ടുന്നില്ല. നിങ്ങൾ കളികളും മത്സരം അവരെല്ലാം ഒരു പ്രത്യേക ലോകത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ മാനസികാരോഗ്യം നഷ്ടപ്പെടുകയാണ്. അതിനുള്ള ഏറ്റവും വലിയ പ്രതിവിധി എന്ന് പറയുന്നത് തുറന്ന വായനയാണ്. നല്ല മോട്ടിവേഷനുള്ള, നല്ല ഇൻസ്പിറേഷനുള്ള, പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിച്ച തുടങ്ങിയപ്പോൾ ഞാനന്ന് വാർഡിലെ മെമ്പർ കൂടിയായിരുന്നു. നമ്മുടെ ഈ കുടുംബം, തണൽ കുടുംബം എന്ന് പറയുന്ന ഈ പ്രദേശത്തും നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒരു തണലാവും. വാർത്തകൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.